ജോർജ്. ഇതെൻ്റെ ഭർത്താവ് ജിജു കെ മാത്യു. ആദ്യം തന്നെ ഞങ്ങൾ ദൈവത്തിന് നന്ദി സമർപ്പിക്കുന്നു. ഞങ്ങൾ 14 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഒരുപാട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയി. പക്ഷേ ഞങ്ങൾ ആദ്യം വന്ന് 2022 വന്ന് ഡോക്ടർ സിറിയ സാറിനെ മീറ്റ് ചെയ്തപ്പോൾ സാറ് എൻ്റെ പ്രോപ്പറായിട്ടുള്ള എന്താ പ്രോബ്ലം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആദ്യം ഒരു IVF ചെയ്തായിരുന്നു ഇവിടെ. അപ്പം അത് കറക്റ്റായിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് സാർ മനസ്സിലാക്കി. പിന്നെ സാറത് ട്രീറ്റ്മെൻറ്റിനുള്ള അഡ്വൈസ് എല്ലാം തന്നു. ഞങ്ങൾ അതുപോലെ അത് ഫോളോ ചെയ്ത് 2024 വീണ്ടും ഒന്നും കൂടെ IVF ചെയ്തപ്പോൾ സാറ് അതിനുള്ള അനുസരിച്ചുള്ള മരുന്നും കാര്യങ്ങളും എല്ലാം തന്ന് ശ്രീലക്ഷ്മി മാഡവും കീർത്തി മാഡവും ഡോക്ടർ പാപ്പച്ചനും ഇതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു. പിന്നെ ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെയാണ് ഫോളോ അപ്പ് ചെയ്തത്. മാഡം ഏത് സമയത്തും അവൈലബിൾ ആണ്. ഏത് സമയത്തും ഫോണിൽ വാട്സപ്പിലും മറുപടി എനിക്ക് തരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി മാഡം നോക്കുന്നെങ്കിലും ഡോക്ടർ സിറിയാക്കിന് എന്തെങ്കിലും ഒരു സംശയം ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചാൽ ഉടനെ തന്നെ സാറ് റിപ്ലൈ തരുമായിരുന്നു. എനിക്ക് ഒരു റെസ്റ്റിന്റെ ആവശ്യം വന്നില്ല. എല്ലാ ജോലികളും ഞാൻ വീട്ടിൽ ചെയ്തിരുന്നു. സാർ എന്നോട് പറഞ്ഞായിരുന്നു എല്ലാ ജോലിയും ചെയ്യാം, യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ യൂട്രസിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എനിക്ക് 34 ആഴ്ചയിൽ കുഞ്ഞിനെ എടുക്കേണ്ടതായിട്ട് വന്നു. ഡോക്ടർ സാറാമ്മയാണ് എൻ്റെ കുഞ്ഞിനെ സിസേറിയൻ ചെയ്തെടുത്തത്. നല്ല രീതിയിൽ തന്നെ സർജറി കഴിഞ്ഞു. എനിക്കിപ്പം വേദനയോ പ്രയാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾക്കൊരു നല്ല ആൺകുഞ്ഞിനെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൽ നിന്ന് ലഭ്യമാകാൻ സാധിച്ചു. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ്. നല്ല ആരോഗ്യമുള്ള നല്ല കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് ദാനമായിട്ട് തന്നു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ ആൾക്കാരും തന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസ് സ്വീകരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണെന്ന് ഞങ്ങൾ പറയുന്നു. കാരണം ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടി. ഞങ്ങളുടെ വിഷമം ഇവിടുന്ന് മാറാൻ സാധിച്ചു. അതിന് ഡോക്ടേഴ്സിനോടെല്ലാം ഞങ്ങൾ നന്ദി ഉള്ളവരായിരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവത്തിനോടും നന്ദിയുള്ളവരായിരിക്കുന്നു.